ആഗസ്റ്റ് 16 കർക്കിടക മാസമാണെങ്കിലും അത്തം നക്ഷത്രം വരുന്നത് ആ ദിവസമാണ്. അപ്പോൾ സാധാരണഗതിയിൽ പറയണത് അത്തം പത്തോണം എന്നാണ് പറയുക. അത്തം മുതൽ പത്താമത്തെ ദിവസമാണ് തിരുവോണമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ അത്തം മുതൽ തിരുവോണം വരെ ഉള്ളതായിരിക്കുന്ന ദിവസങ്ങൾ സമൃദ്ധിയുടെ ആഘോഷിക്കുന്നതാണ്. അപ്പോൾ സമൃദ്ധിയുടേതായിരിക്കുന്ന ആ ഒരു സമ്പ്രദായമാണ്. അപ്പോൾ സമൃദ്ധി എന്താണ്? സമൃദ്ധിയുടെ ചിഹ്നമാണ് പൂക്കൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നേരെ കർക്കിടക മാസം കഴിഞ്ഞിട്ട് കർക്കിടക മാസത്തിലെ ആ മഴയും അതേപോലെ ദാരിദ്ര്യാവസ്ഥയൊക്കെ കഴിഞ്ഞ് ആ പൊന്നിൻ ചിങ്ങമാസം വരുന്നു എന്നാണ് സങ്കല്പം. ആ പൊന്നിൻ ചിങ്ങമാസത്തിൽ നേരെ നമ്മൾ എതിരേൽക്കുമ്പോൾ എന്താണ്? നേരെ പൊന്നിൻ ചിങ്ങമാസത്തിൻ്റെ അധിപൻ മാവേലി എന്നാണ് പറയുക. മഹാബലിയെ എതിരേൽക്കാൻ വേണ്ടിയിട്ടാണ് നേരെ പൂവിടുന്നതെന്നാണ് ഒരു സങ്കല്പമുള്ളത്. പക്ഷേ മഹാബലിയും തിരുവോണവുമായിട്ട് പ്രത്യേകിച്ച് ബന്ധങ്ങളില്ല. ഈ തിരുവോണത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ തിരുവോണം മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണമായിരിക്കുന്ന അവതാരമായിരിക്കുന്ന വാമനമൂർത്തിയുടെ അവതാര തിഥി ആ നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം എന്നാണ്. അപ്പോൾ തിരുവോണം നക്ഷത്രം വരുമ്പോൾ എപ്പോഴും നേരെ അതിന് വിജയദ്വാദശി എന്നാണ് പറയും. ദ്വാദശിയിലാണ് വരിക, വിജയദ്വാദശി എന്നങ്ങോട്ട് പറയും. അപ്പോൾ ആ വിജയദ്വാദശിക്കാണ് തിരുവോണം വരിക. അതാണ് വാമനമൂർത്തിയുടെ അവതാര ദിനം. അപ്പോൾ വാമനമൂർത്തിയെ സ്വീകരിക്കാനായിട്ടാണ് വാസ്തവത്തിൽ നമ്മൾ പൂക്കൾ ഇട്ട് വയ്ക്കുക. അപ്പോൾ സമൃദ്ധിയുടെ ചിഹ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തത്തിൽ നമ്മൾ സമൃദ്ധിയുടെ ആദ്യമായിരിക്കുന്ന മഴയെല്ലാം കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ വരണതായിരിക്കുന്ന ആ പുഷ്പങ്ങളെന്ന് പറഞ്ഞാൽ തുമ്പപ്പൂവാണുള്ളത്. അപ്പോൾ തുമ്പപ്പൂ ഉണ്ടായില്ലെങ്കിൽ തുമ്പച്ചെടി എടുത്തിട്ട് ഇങ്ങനെ വെട്ടി അരിച്ചിട്ട് തുമ്പക്കുടം എല്ലായിടത്തും വിതറും. അപ്പോൾ തുമ്പക്കുടവും തുമ്പപ്പൂവിൻ്റെയും പ്രത്യേകത എന്താണ്? ഈ ആഘോഷത്തിലാണ് നമ്മൾ എല്ലാ ദേവന്മാരെയും ആഘോഷിക്കുന്നതാണ്. അപ്പോൾ തുമ്പപ്പൂവ് സാധാരണഗതിയിൽ നേരെ ആചരിക്കാനെടുക്കുന്നത് മഹാദേവനെയാണ്, പ്രത്യേകിച്ച് ദക്ഷിണാമൂർത്തിയാണ്. അപ്പോൾ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലാണ് ആരാധന. അപ്പോൾ ഒന്നാമത്തെ ദിവസം നമ്മൾ ദക്ഷിണാമൂർത്തിയായിരിക്കുന്ന മഹാദേവനെ ആരാധിക്കും. പിന്നെ രണ്ടാമത്തെ ദിവസം അത്തം ചിത്തിരയിലേക്ക് വരും. അപ്പോഴാണ് മറ്റു പുഷ്പങ്ങൾ വന്നിട്ട് നേരെ പലതരത്തിലുള്ളതായിരിക്കുന്ന രൂപഭേദങ്ങളോടുകൂടി ആദരിക്കും. അപ്പോൾ അവിടെ നിന്ന് നേരെ മഹാദേവൻ മുതലുള്ളതായിരിക്കുന്ന ഓരോരുത്തരെയും ആരാധിക്കുമ്പോൾ ചോതി, അപ്പോൾ ചോതിയിൽ നേരെ ആരാധിക്കുന്ന സമയത്ത് തുലാം രാശിയാണ്. അപ്പോൾ ഇതെല്ലാം രാശിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ചോതി. അപ്പോൾ തുലാം രാശി തുല്യമായിരിക്കുന്ന രാശിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ദേവതയുണ്ട്. അപ്പോൾ തുലാം രാശിയുടെ ദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാക്ഷാൽ, അതായത് ദേവതാ സങ്കല്പത്തിൽ വരുമ്പോൾ ഓരോ രാശിക്കുള്ള ദേവതയുണ്ട്. അപ്പോൾ ആ ദേവത ബുധനായിട്ട് സങ്കല്പം. അപ്പോൾ ബുധനാണ് വരുമ്പോൾ നേരെ ആ മേടം രാശിയുടേതായിരിക്കുന്ന ദേവത എന്ന് പറഞ്ഞാൽ അത് സൂര്യൻ ശിവനായിട്ട് വരും. പിന്നീട് നേരെ അടുത്തതായിരിക്കും ഇടവൻ രാശിയിലേക്ക് വരുന്ന സമയത്ത് സാക്ഷാൽ ഋഷഭനാണ്. ഋഷഭം എന്ന് വെച്ചാൽ നേരെ ആ ദുർഗ പ്രധാനമാണ്. അതുകൊണ്ട് നേരെ താഴെയുള്ളതായിരിക്കുന്ന ചോതി രാശിയുടെ ഇതായിരിക്കുന്നതും ദേവത ദേവി സങ്കല്പത്തിലാണ് ആരാധിക്കുക. അപ്പോൾ ദേവിയുടേതായിരിക്കുന്ന ദേവിക്കാണെങ്കിലോ നേരെ ചിത്രമായിരിക്കുന്ന പല ചിത്രങ്ങളൊക്കെ വരച്ചതായിരിക്കുന്ന ആ ചിത്രസങ്കല്പത്തിലാണ് ഇടുക. അപ്പോൾ അത്തം ചിത്തിര ചോതി വിശാഖം, ചോതിയിൽ വിശാഖത്തിലേക്ക് വരുന്ന സമയത്ത് വിശാഖം വൈഷ്ണവ സങ്കല്പത്തിലാണ്. അപ്പോൾ വിഷ്ണു സങ്കല്പത്തിലുള്ളതായിരിക്കുന്ന ആരാധന സംബന്ധിച്ചാണ് വിശാഖത്തിലിടുക. പിന്നെ അനിഴം, തൃക്കേട്ട അങ്ങനെ പോണ സമയത്ത് നേരെ ആ ചൊവ്വയുടേതായിരിക്കുന്ന ശക്തിയുള്ളതായിരിക്കുന്ന സ്ഥലമാണ് നേരെ അനിഴം എന്ന് പറയാം. അപ്പോൾ അങ്ങനെ അവിടെ നേരെ ചൊവ്വ ഭഗവതി, ഇപ്പോൾ ദേവീ സങ്കല്പത്തിലുള്ളതായിരിക്കുന്ന പുഷ്പങ്ങൾക്ക് പ്രാധാന്യം വരും. പിന്നെ തൃക്കേട്ട, മൂലം, പൂരാടം. മൂലം എന്ന് പറയുന്ന സമയത്താണ് നേരെ മൂല തിരിച്ചിടുക എന്ന് പറയും. കാരണം മൂല തിരിഞ്ഞ്, കാരണം നമുക്ക് സാധാരണഗതിക്ക് ഷഡ്കോണങ്ങളാണുള്ളത്. അപ്പോൾ സാധാരണ നേരെ മൂലത്തിന് 6 മൂലകൾ നേരെ തിരിച്ചെങ്ങനെ ഇടും. അപ്പോൾ 6 മൂലകൾ എന്ന് പറയുമ്പോൾ നേരെ ആ 1, 2, 3, 4, 5, 6 മൂലകളിലും നേരെ ഓരോ പുഷ്പങ്ങൾ വെച്ചിട്ട് നടുക്ക് ഓരോ പുഷ്പങ്ങളൊക്കെ നിരത്തും. എന്താ കാരണം? മൂലം എന്ന് പറഞ്ഞാൽ മൂല തിരിച്ചാണ് ഇടുക നമ്മൾ. അത് ഷഡ്കോണ സമ്പ്രദായമാണെന്നാണ്.
അപ്പോൾ ഷഡ്കോണം ദേവീ സമ്പ്രദായമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദേവീ സമ്പ്രദായത്തിൽ ആ ധനുരാശിയിൽ അപ്പോൾ അതിനെ മൂലം തിരിച്ചിടുന്നത്. അപ്പോൾ മൂലം തിരിച്ച് ധനു, കാരണം മൂലം നക്ഷത്രം, അപ്പം അതാണ് മൂല നക്ഷത്രം. അപ്പോൾ അത് മൂല നക്ഷത്രം. അത്തം ചിത്ര ജ്യോതി വിശാഖ വനിഴം തൃക്കേട്ട മൂലം. പിന്നെ പൂരാടം നക്ഷത്രം വരും. പൂരാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ വിഷ്ണു സങ്കല്പമാണ്, പക്ഷേ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന സങ്കല്പമാണ്. അതാണ് നേരെ വലിയ വൃത്തങ്ങളൊക്കെ വരച്ചിടും. ഉത്രാടത്തിലും അപ്രകാരം വരും. ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരം നേരെ ഈ സാക്ഷാൽ ഓണത്തപ്പനെ പ്രതിഷ്ഠിക്കുക, മഹാബലിയെ പ്രതിഷ്ഠിക്കുക, അല്ലെങ്കിൽ വാമനമൂർത്തിയെ പ്രതിഷ്ഠിക്കാൻ ചടങ്ങ് ചിലർ ഉത്രാടം രാത്രിയിൽ ചെയ്യും, മറ്റുള്ളവർ തിരുവോണം നക്ഷത്രത്തിൻ്റെ രാവിലെ ചെയ്യും. കാരണം തിരുവോണം നക്ഷത്രമാണ് വാമനമൂർത്തിയുടെ ജന്മതിഥി എന്നാണ്. അപ്പോൾ അതാണ് നേരെ വാമനാവതാരം നടന്ന നക്ഷത്രമാണ്. വാമനാവതാരം നടന്നതിൻ്റെ തിഥിയാണ് ഈ 10ാമത്തെ തിഥി. അപ്പോൾ അതുകൊണ്ടാണ് വാമനമൂർത്തിക്കാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് നമ്മൾ സാധാരണഗതിയിൽ കേരളീയ സമ്പ്രദായത്തിൽ എന്താ പറയുന്നത്, തൃക്കാക്കര അപ്പനെ എന്ന് വിളിക്കുമെന്ന് പറയും. തൃക്കാക്കരപ്പൻ സാക്ഷാൽ വാമനമൂർത്തിയാണ്. മഹാബലിയെ അല്ല, തൃക്കാക്കരപ്പനെ അവിടെ വെച്ചിട്ട് ആരാധിക്കലാണ് പതിവ്. അപ്പോൾ മഹാബലി യാഗം നടത്തിയതൊക്കെ തന്നെ നർമ്മദയുടെ തീരത്താണ്, ഇവിടെയല്ല. പക്ഷേ മഹാബലിയും വാമനമൂർത്തിയുമായിട്ടൊരു ബന്ധം ഉള്ളതുകൊണ്ട്, പുരാണ ബന്ധം ഉള്ളതുകൊണ്ട് ആ സാക്ഷാൽ വാമനമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ നക്ഷത്രത്തിലാണ് നമ്മൾ തിരുവോണം. അപ്പോൾ തിരുവോണത്തിന് നേരെ മാവേലിയെ വെക്കുക എന്ന് പറഞ്ഞാൽ ആ മഹാബലിയെ വെക്കുക എന്ന് പറയും, തൃക്കാക്കരപ്പനെ വെക്കുക എന്നും പറയും. തൃക്കാക്കരയിൽ കുടികൊള്ളുന്ന വാമനമൂർത്തിയാണ്. അപ്പോൾ നേരെ മഹാബലിയും അവിടെ ഉണ്ടാവും. കാരണം മഹാബലിക്ക് നേരെ എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുത്തതായിരിക്കുന്ന ദിവസമാണ് എന്നാണ്. അപ്പോൾ മഹാബലിക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു. കാരണം മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന് ആണ് പ്രചാരമായിരിക്കുന്ന ശൈലി. പക്ഷേ പാതാളത്തിലേക്കല്ല, മഹാബലിയുടെ അഹങ്കാരങ്ങൾ മാറ്റിയിട്ട് സുതലം എന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പിന്നെ നേരെ ഉയർത്തി നേരെ വീണ്ടും ഇന്ദ്രപദവിയിലേക്ക് കൊണ്ടുവന്നു. അതാണ് മഹാബലിക്ക് കൊടുത്ത അനുഗ്രഹം. അപ്പോൾ പക്ഷേ ആളുകൾ അതിനെ നേരെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന് പറയും. കാരണം ഭഗവാന്റെ പാദം നേരെ മഹാബലിയുടെ ശിരസിൽ വെച്ചു, അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഭഗവാന്റെ പാദം വയ്ക്കാനുള്ള കാരണം സർവ്വവിഭൂതികളും നിറഞ്ഞതായിരിക്കുന്ന പാദം നേരെ മഹാബലിയിലേക്ക് പകർന്നതാണ്. വിഷ്ണുവിൻ്റെ എല്ലാ വിഭൂതികളും നിറഞ്ഞിരിക്കുന്നത് പാദങ്ങളിലാണ്. ആ പാദമാണ് നേരെ മഹാബലിയുടെ ശിരസിൽ വെച്ചപ്പോൾ എന്താ, എല്ലാ വിഷ്ണുവിൻ്റെ എല്ലാ വിഭൂതികളും നേരെ കിട്ടി. അപ്പോൾ മാവേലി മന്നൻ ഏതാണ്ട് വിഷ്ണു തുല്യനായിട്ട് തീർന്നു എന്നാണ് അതിൽ പറയുക. അതുകൊണ്ട് നേരെ അടുത്തതിൽ ഇന്ദ്രനായിട്ട് മാറി. അങ്ങനെയാണ് പുരാണ കഥകൾ പോവുക. അപ്പോൾ അതാണ് തിരുവോണത്തിന് നേരെ സാക്ഷാൽ മഹാബലിയെ പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞാലും, കാരണം വാമനമൂർത്തിയെ പ്രതിഷ്ഠിക്കുക രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം എന്താണ്, വാമനമൂർത്തിയുടെ സർവ്വചൈതന്യങ്ങളും സർവ്വഗുണങ്ങളും മഹാബലിയിലേക്ക് സമർപ്പിച്ചപ്പോഴെന്തായി, മഹാബലി നേരെ വിഷ്ണു തുല്യനായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ വിഷ്ണുവും മഹാബലിയും തമ്മിൽ വ്യത്യാസമില്ല. അതുകൊണ്ടാണ് മാവേലി പ്രതിഷ്ഠിക്കുക, മാവേലിയപ്പനെ പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞാലും, തൃക്കാക്കരപ്പനെ പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞാലും, വാമനമൂർത്തിയെ പ്രതിഷ്ഠിക്കുക ഒക്കെ ഒന്ന് തന്നെയാണ്. കാരണം ആ പാദം വെച്ചപ്പോൾ എന്തായി, ഭഗവാന്റെ വിഭൂതികൾ നേരെ മഹാബലിക്ക് എത്തി. അപ്പോൾ ഈ ഒരു സന്ദർഭം ഉണ്ടല്ലോ, മഹാബലിയുടെ ശിരസിൽ പാദം വെച്ചിട്ട് മഹാബലിയെ നേരെ ഇന്ദ്രപദവിയിലേക്ക് അങ്ങോട്ട് ഉയർത്തി വിഷ്ണു ഭഗവാൻ. ആ ഉയർത്തിയതായിരിക്കുന്ന ആ സന്ദർഭത്തെ, ആ സുമംഗളമായ മുഹൂർത്തത്തെ എതിരേൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ 10 ദിവസം. കാരണം 10 ദിവസം കൊണ്ടാണ് ഈ പ്രക്രിയ നടന്നത്. അപ്പോൾ ഈ 10 ദിവസം കൊണ്ട് നടന്ന പ്രക്രിയയിൽ ഓരോ ദിവസം ഓരോ പദങ്ങളാണ് വയ്ക്കുക, മുന്നോട്ട് പോകാൻ. 10ാമത്തെ ദിവസമാണ് ഈ പരമമായിരിക്കുന്ന പദവിയിലെത്തുക. അപ്പോൾ ഓരോ പദങ്ങൾ വെച്ച് പോകുന്നതിൻ്റെ സമ്പ്രദായത്തിനാണ്. അതിൽ പുഷ്പങ്ങളെ കൊണ്ടിങ്ങനെ അലങ്കരിച്ചിട്ട് നമ്മൾ ഗ്രഹം അതേപോലെ വീടുകൾ എല്ലായിടത്തും നേരെ പുഷ്പങ്ങളിട്ടിട്ട് അലങ്കരിക്കുന്നത് ആ മഹത്തായിരിക്കുന്ന മുഹൂർത്തത്തെ സ്വാഗതം ചെയ്യുന്നതിൻ്റെ പ്രതീകമായിട്ടാണ്. നേരെ ആ പൂക്കൾ അത്തപ്പൂക്കളം മുതൽ നേരെ തിരുവോണം വരെയുള്ളതായിരിക്കുന്ന ദിവസങ്ങൾ നമ്മൾ കണക്കാക്കുന്നത്.